إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്: മൻ യഖുദു അന്നി അഹുലാഹിൽ കലിമാത്ത് ഫയഅമലു ബിഹിൻ ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിൻ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. അത് എന്നിൽ നിന്നും സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക? അല്ല, ആ കാര്യങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും അത് ജീവിതത്തിൽ പുലർത്തുവാൻ താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആർക്കാണ് സാധിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് മുന്നിൽ വച്ച് സംസാരിച്ചപ്പോൾ തൻ്റെ കൂടെ എപ്പോഴും ഇൽമ് സ്വീകരിച്ച് തൻ്റെ സന്തത സഹചാരിയായി പ്രവാചകന്റെ ഹദീസുകൾ ഓരോന്നും ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമുണ്ട് ആ സദസ്സിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു: അന യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാനത് നിങ്ങളിൽ നിന്ന് പഠിക്കാം, എൻ്റെ ജീവിതത്തിലേക്ക് പുലർത്താൻ ശ്രമിക്കാം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും ശ്രമിക്കാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രയോജനമുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കേണ്ട, ജീവിതത്തിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ട, പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതിൽ ഒന്ന് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ് വഅർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഅനൻ നാസ് വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന വഅഹിബ് ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ വലാ തക്സുരിൽ ലഹ്ക് ഫഇന്ന കസ്റത്തൽ ലഹ്കി തുമീതുൽ ഖൽബ്.
5 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. അതിലൊന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. ഹറാമുകളെ നീ സൂക്ഷിക്കുക, എന്നാൽ നിനക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്നവനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ആയിത്തീരാൻ സാധിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലൂടെയും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെയും എന്തൊക്കെ ഹറാമുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ ആരാണോ തയ്യാറുള്ളത് അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് നിർവഹിക്കുന്നവൻ. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഉബൂദിയത്ത്, വിധേയത്വം, കീഴ്പ്പെടൽ, അടിമത്തം അത് പ്രകടിപ്പിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവനാണ്. നമുക്കറിയാം, നന്മകൾ ധാരാളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ നാം ഒറ്റപ്പെടുന്ന സമയത്ത് രഹസ്യത്തിൽ നമ്മെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പല രംഗങ്ങളും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം പാടെ ഒഴിവാക്കാനുള്ളൊരു ഇച്ഛാശക്തി, ഒരു മാനസിക സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. ഉലമാക്കൾ പറയാറുണ്ട്, നന്മകൾ ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കും, എന്നാൽ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് മനുഷ്യൻക്ക് സാധ്യമാകാൻ പറ്റാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹും റസൂലും ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, എന്നാലാണ് നീയാണ് അള്ളാഹുവിന് ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനായി നിനക്ക് ആകാൻ സാധിക്കുമെന്നാണ്. രണ്ടാമത് പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹ് ലക് തകുൻ അഗ്നന്നാസ്. അള്ളാഹു നിനക്ക് ഈ ദുനിയാവിൽ നൽകിയ സമ്പത്ത്, എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിൽ നീ തൃപ്തിപ്പെട്ട് കഴിയുക, അള്ളാഹു നൽകിയതിൽ സംതൃപ്തനായി കഴിയുക. തകുൻ അഗ്നന്നാസ്, എന്നാൽ നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ധന്യനായി, ഐശ്വര്യവാനായി, സന്തോഷവനായി നിനക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്കറിയാം, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നവൻ. അള്ളാഹ് തന്നെ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യബ്സുതുർ റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ്, ഉപജീവനം, അൽ ബാസിത്തായ അള്ളാഹു വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറു, എന്ന ചില ആളുകൾക്ക് അള്ളാഹു ഉപജീവനം പരിമിതപ്പെടുത്തി കൊടുക്കും, ചുരുക്കി കൊടുക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾക്ക് ധാരാളം സമ്പത്തുകൾ കൊടുക്കും, ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സാമ്പത്തികമായ സുരക്ഷിതമായൊരവസ്ഥ ചിലപ്പോൾ നൽകിയെന്ന് വരില്ല. അത് കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ ഹിക്മത്തുകൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ധാരാളം സമ്പത്തുകളും അതുപോലെ നേട്ടങ്ങളുമെല്ലാം ഉണ്ടാവുകയല്ല യഥാർത്ഥത്തിൽ ധന്യത എന്ന് പറഞ്ഞത്. ധന്യത എന്ന് പറഞ്ഞാൽ കിട്ടി അള്ളാഹു എനിക്ക് നൽകിയ ആ ഓഹരി, ആ ഉപജീവനം, അതിൽ സംതൃപ്തിയോടുകൂടി കഴിയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതാണ് യഥാർത്ഥ ഐശ്വര്യവാൻ, ധന്യവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശമാണ് വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽവാസിയോട് നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഇഹ്സാനോട് കൂടി പെരുമാറണം. തകുൻ മുഅ്മിന, അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ സത്യവിശ്വാസി, മുഅ്മിനായി മാറുകയുള്ളൂ. നമുക്കറിയാം, അയൽപക്ക ബന്ധം
അവരോടുള്ള അവകാശങ്ങളും കടമകളും എത്രമാത്രം ഉണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അയൽവാസികളോടുമായിട്ടുള്ള ഇടപെടുമ്പോൾ അവരോടുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് എങ്ങനെ ഇഹ്സാൻ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിൻ്റെ അരികിൽ വരികയും അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും നബിയും കൂടുതൽ സമയം ആ കാര്യങ്ങൾ അയൽവാസികളുമായിട്ടുള്ള ബാധ്യതകളും കടമകളും കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വസിയ്യത്ത് നൽകിയപ്പോൾ പ്രവാചകൻ പോലും മനസ്സിൽ തോന്നിപ്പോയി, മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് വിറാസത്ത് അനന്തരാവകാശം നൽകുമ്പോൾ ഒരു ഓഹരി അയൽവാസിക്ക് കൂടി കൊടുക്കേണ്ടി വരും എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും അവരോട് ചെയ്യേണ്ട പുണ്യങ്ങളും എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തതെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അയൽവാസികളുമായി കടമകളിലും ബാധ്യതകളും ഏറ്റവും മിനിമം, ഏറ്റവും ചെറിയ ഒരവസ്ഥയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു ഉപദ്രവം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്തൊക്കെ അയൽവാസികൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം. ഇനി അയൽവാസി നമ്മോട് വളരെയേറെ ശത്രുതയിൽ തന്നെ പെരുമാറിയെങ്കിൽ പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായം ഒരിക്കലും മുടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹുവിനെ സത്യമിട്ടുകൊണ്ട് 3 തവണ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അള്ളാഹുവിന്റെ റസൂൽ 3 തവണ പറയൻ, ഒരാൾ അള്ളാഹു തന്നെ സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല. അള്ളാഹു തന്നെ സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല. അള്ളാഹു തന്നെ സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ആകാംക്ഷയോട് ചോദിച്ചു, വമൻ യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആരാണിവർ? 3 തവണ ആയിട്ട് പറഞ്ഞു ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ഒരാളുടെ അയൽവാസി അവന്റെ ഷർറിൽ നിന്നും സുരക്ഷിതനായിട്ടില്ലെങ്കിൽ അവൻ വിശ്വാസിയാവുകയില്ല എന്നാണ്. തൻ്റെ അയൽവാസി നമ്മെക്കുറിച്ച് സുരക്ഷിതമായിട്ടില്ല എങ്കിൽ, നമ്മെക്കുറിച്ച് പേടിയുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നാണ്. അയൽവാസിക്ക് നമ്മെക്കുറിച്ച് സന്തോഷമാണ് ഉണ്ടായിരിക്കേണ്ടത്, നിർഭയമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മെക്കുറിച്ച് യാതൊരുവിധ ഭീതിയോ പേടിയോ അയൽവാസിയുടെ മനസ്സിൽ ഒരു തരിമ്പ് പോലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായെങ്കിൽ നമ്മുടെ ഈമാനിൽ കോട്ടം വന്നിട്ടുണ്ട്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഹബീബുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. സഹോദരങ്ങൾ, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലുള്ള അയൽവാസികൾ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഒന്നാമത്തെ അയൽവാസി എന്ന് പറഞ്ഞാൽ ജാറുൻ മുസ്ലിമുൻ ഖരീബുൻ. അയൽവാസിയാണ്, മുസ്ലിമാണ്, ഖരീബാണ്, അതായത് നമ്മൾ അടുത്ത ബന്ധുക്കളാണ്. അവരോട് നമുക്ക് ഏറെ കടപ്പാടുകളും ബാധ്യതകളും ഇഹ്സാനുകളും അയൽവാസികൾ എന്ന നിലക്കും സ്വന്തം കുടുംബക്കാർ എന്ന നിലക്കും നമുക്ക് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ജാറുൻ മുസ്ലിമാണ്, മുസ്ലിമായ അയൽവാസിയാണ്, കുടുംബക്കാരനല്ല. എന്നാൽ അവനോടൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമോട് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. പ്രത്യേകിച്ച് അയൽവാസി എന്ന പരിഗണന നൽകി കൂടുതലായ പുണ്യങ്ങളും ചെയ്തു കൊടുക്കണം. അടുത്ത അയൽവാസി ആരാണ്? ജാറുൻ കാഫിറുൻ, കാഫിറായ അയൽവാസി. അവനോടും അയൽപക്ക ബന്ധങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ ഒരു അയൽവാസി എന്ന നിലക്ക് അവന്റെ ജാതി നോക്കാതെ മതം നോക്കാതെ ഒരു മുസ്ലിമായ നിലക്ക് നമുക്ക് ഒരു കൂടെ ജീവിക്കുന്ന അയൽവാസി എന്ന നിലക്ക് ഒരു കാഫിറായ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, സഹായങ്ങളുണ്ട്. അതെല്ലാം തന്നെ അയൽവാസികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ 3 വിഭാഗം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും കൂടി അയൽവാസിയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം കൂടും, കടമകൾ കൂടും, അവകാശങ്ങൾ കൂടും,
ബാധ്യതകൾ കൂടും. ഇനി ഒരു മുസ്ലിമായ അയൽവാസിയാണെങ്കിൽ കുടുംബക്കാരനല്ല എന്നുള്ളത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കടമകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അവന് ചെയ്തു കൊടുക്കണം. ഒരു കാഫിറായ അയൽവാസിയാണെങ്കിൽ ഒരു അയൽവാസി എന്ന നിലക്ക് അവനെ പരിഗണിച്ചുകൊണ്ട് അവന്റെ കുറവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് അവൻക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോഴാണ് തകുൻ മുഅ്മിന, നിനക്ക് മുഅ്മിനായി മാറാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ ഉപദേശം പറഞ്ഞു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്. നിനക്കെന്തൊക്കെ സ്വന്തത്തിന് ഇഷ്ടമുണ്ടോ അതെല്ലാം തന്നെ നിന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്കും ഉണ്ടാകണമെന്ന ഇഷ്ടം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി. നിനക്കെന്തൊക്കെ ദുനിയാവിയായി നിന്റെ ജീവിതത്തിലേക്ക്, അഖ്റബിയായ പരലോക ജീവിതത്തിൽ നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അതെല്ലാം എൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളായ മനുഷ്യന്മാർക്കും ഉണ്ടാകണമെന്നുള്ള അങ്ങേ അറ്റത്തെ കൊതിയും പൂതിയും ഇഷ്ടവും അവരോടുള്ള അങ്ങേ അറ്റത്തെ മഹബത്തും നിനക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നീ യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് മാറുക. തെക്കുൻ മുസ്ലിമ എന്നാ പറഞ്ഞത്. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്നതെല്ലാം തൻ്റെ സഹോദരനും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നീ ഇഷ്ടപ്പെടുന്ന പരലോകത്ത് സ്വർഗം, അത് തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ അയൽവാസികളായ തൻ്റെ സഹജീവികളായ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം. ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഖുറാഫാത്തുകൾ ചെയ്യാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആളായി ഞാൻ ഈ വിശ്വസിച്ച വിശ്വാസം എൻ്റെ സഹപാഠികൾക്കും സഹജീവികൾക്കും തൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ തൗഹീദ് എത്തിയെങ്കിൽ മാത്രമേ അവർ പരലോകത്ത് വിജയിക്കുള്ളൂ എന്നുള്ള അങ്ങേ അറ്റത്തെ കൊതിയും പൂതിയും നമുക്കുണ്ടെങ്കിൽ അവരോട് അതുപോലെ ആ ദീൻ എത്തിച്ചു കൊടുക്കുവാനും അവരെ നേർവഴിയിൽ എത്തിച്ചു വഴി കാണിക്കുവാനും സ്വർഗത്തിന്റെ പാതകളിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരുവാനും അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് അവരെ അടുപ്പിക്കുവാനുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ടായിരിക്കണം. കാരണം നാം കൊതിക്കുന്നതെല്ലാം തന്നെ തൻ്റെ സഹോദരനും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് തക്കുൻ മുസ്ലിമ, നീ മുസ്ലിമായി മാറുകയുള്ളൂ. അവസാനമായി കൊണ്ട് പ്രവാചകൻ അഞ്ചാമത്തെ ഉപദേശമായി പറഞ്ഞു, ലാ തക്സുറുൽ ലഹ്ക്, നീ ധാരാളമായി ചിരിക്കരുത്. ഫഇന്ന കസ്റത്തുൽ ലഹ്ക് തുമീതുൽ ഖൽബ്, പരിധി വിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ, ആഹ്ലാദത്തിലായി കഴിഞ്ഞാൽ നിന്റെ കൽബിനെ അത് നശിപ്പിച്ചു കളയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ച ആളായിരുന്നു. പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ചതാണ്. എന്നാൽ പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ആഹ്ലാദ ചിത്തനായിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നൊരവസ്ഥ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം പൊട്ടിച്ചിരിയും ആഹ്ലാദവും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൽബിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുകയും കൽബിൽ നിന്ന് അള്ളാഹുവിന്റെ ആ ചിന്ത സ്മരണ ഇല്ലാതെയാവുകയും ആത്മീയമായ ഒരു ചൈതന്യം നഷ്ടപ്പെട്ട് കൽബ് നശിച്ചു പോകുന്ന, ഹൃദയം കടുത്തു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചു പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പരിധി വിട്ട് ചിരിക്കാൻ പാടില്ല, നിങ്ങളുടെ ഹൃദയത്തെ അത് നശിപ്പിക്കുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅലമൂന മാ അലം, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമിരുന്നെങ്കിൽ ലളഹിഖ്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, കൂടുതൽ സമയം നിങ്ങൾ കരയുകയാണ് ചെയ്യുക. ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും പ്രാവർത്തികമാക്കാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫഅസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നബിയുടെ ഉപ്പയുടെ സഹോദരൻ അൽ അബ്ബാസ് ബിൻ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ നഫഅത അബാ ത്വാലിബ് ബിശൈഇൻ, അബൂ ത്വാലിബ് താങ്കൾക്ക് വല്ല പ്രയോജനം
ചെയ്തിട്ടുണ്ടോ, പ്രയോജനമായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഫഇന്നഹു കാന യഹൂതുക വയഅലബു ലക, താങ്കൾക്ക് ഒരു താങ്ങും തണലുമായി സുരക്ഷിതമായ ഒരു ആളായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത്. വയഅലബു അലൈക്, താങ്കളോട് ആരൊക്കെ ശത്രുക്കൾ പ്രവർത്തിക്കുമ്പോൾ അവരോട് കോപിക്കുകയും ശത്രുതാ രൂപത്തിൽ അവരോട് പ്രതിരോധിക്കുകയും ചെയ്ത് താങ്കൾക്ക് അങ്ങേയറ്റത്തെ ഒരു പ്രതിരോധ വലയം തന്നെ ചെയ്തു തന്ന ആളായിരുന്നല്ലോ അബൂ ത്വാലിബ് എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, നഅം, അതെ, ഹുവ ഫീ ലഹ്ലാഇ മിൻ നാർ, പക്ഷേ അദ്ദേഹം നരകത്തിലാണ്. എനിക്ക് ചില ഉപകാരങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നരകത്തിൽ കാൽമടമ്പുകൾ ഉയർന്നു നിൽക്കുന്നൊരു സ്ഥലത്ത്, കാൽമടമ്പുകൾ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നരകത്തിൽ നിന്നാണ്. പക്ഷെ ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ യഅലി മിൻഹു ദിമാഹു, അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പോലും തിളക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ചൂടെന്നാണ്. അവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഞാനില്ല, ലൗലാ അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫൽ മിനൻ നാർ, ഞാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ സഹോദരങ്ങൾ അബൂ ത്വാലിബ് ഇത്രമാത്രം ചെയ്ത തെറ്റ്? നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനത്തിന് മുമ്പ് അവിടുത്തെ പിതാവ് മരണപ്പെട്ടു. അവിടുത്തെ 6 മാസമായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്ത ആളായിരുന്നു പ്രവാചകന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്, വെല്ലിപ്പ. 2 വർഷമാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് 8-ാം വയസ്സ് മുതൽ പ്രവാചകന്റെ 50 വയസ്സ് വരെ പ്രവാചകനെ ദുനിയാവിൽ എല്ലാവിധത്തിലുള്ള പ്രൊട്ടക്ഷനും നൽകി സംരക്ഷിച്ചിരുന്ന, പ്രവാചകൻക്കെതിരെ ശത്രുക്കൾ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പ്രവാചകനെ പീഡിപ്പിക്കുമ്പോൾ അവരോട് കോപിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബൂ ത്വാലിബ്. ഏകദേശം 42 വർഷത്തോളം പ്രവാചകന്റെ ഈ ദുനിയാവിലുള്ള സംരക്ഷണവും പ്രവാചകന് രക്ഷാ കവചവുമായിരുന്നു അബൂ ത്വാലിബ്. പക്ഷേ അബൂ ത്വാലിബ് മരണാസന്നനായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, എൻ്റെ പിതൃവ്യ സഹോദര, എൻ്റെ ഉപ്പയുടെ സഹോദര, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നാളെ ഖിയാമത്ത് നാൾ അള്ളാഹുവിനോട് ഞാൻ അത് സംസാരിക്കും. എൻ്റെ എളാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മരണസമയത്ത്, അള്ളാഹുവെ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ ഞാൻ പറയുമായിരുന്നു. വേറൊരു കാര്യം കാണിക്കാം. യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഖലിമത്തൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞതിന് പേര് നാളെ റബ്ബിനോട് ഞാൻ സാക്ഷിക്കാരനായി സാക്ഷ്യം പറയും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഞാൻ സാക്ഷിയാണെന്ന്, ആ സാന്നിധ്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയുന്നു പറഞ്ഞു. ഇതിങ്ങനെ പറയുമ്പോൾ അബൂ ത്വാലിബിന്റെ അടുത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രമാണിയായ അബൂജഹലുണ്ട്, അങ്ങനെയുള്ള മറ്റുള്ള ശത്രുക്കളുണ്ട്. ഇതിങ്ങനെ പ്രവാചകൻ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവര് അബൂ ത്വാലിബിനോട്, യാ അബൂ ത്വാലിബ്, എന്താണ് താങ്കൾ അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ നിന്ന് നിങ്ങൾ മുഹമ്മദിന്റെ മാർഗത്തിലേക്ക് ഈ മരണസമയത്ത് പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അബൂ ത്വാലിബ് അവസാനം പറഞ്ഞു, ബൽ അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ മുഹമ്മദ് കൊണ്ടുവന്ന മില്ലത്തിലല്ല, മറിച്ച് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഭിക്കുക എന്നുള്ള മഹത്തായ തൗഫീഖാണ്. ഏകദേശം പ്രവാചകനെ 42 വർഷത്തോളം പ്രവാചകന് എല്ലാവിധത്തിലുള്ള ഭൗതികമായി പ്രൊട്ടക്റ്റുകൾ നൽകി അബൂ ത്വാലിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയെന്ന് അറിയാം, പക്ഷേ അത് മനസ്സിൽ ഉൾക്കൊണ്ട് പ്രഖ്യാപിക്കാൻ അബൂ ത്വാലിബിന് അള്ളാഹു തൗഫീഖ് നൽകിയില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട തൗഹീദ് എന്നുള്ള തൗഫീഖാണ്. സമൂഹത്തിൽ പല നേട്ടങ്ങളും
പല പദവികളും സാമ്പത്തിക ശ്രേഷ്ഠതകളും എല്ലാം തന്നെ പുണ്യങ്ങളുമെല്ലാം ചെയ്തെങ്കിലും ശരി, തൗഹീദ് ജീവിതത്തിൽ ഇല്ലെങ്കിൽ, തൗഹീദിലൂടെ നമ്മൾ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ സംരക്ഷണവും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സേവനങ്ങളും നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുത്താലും ശരി, ജനങ്ങൾക്കിടയിൽ കണ്ണിലുണ്ണിയായിക്കൊണ്ട് നല്ലൊരു പ്രവർത്തകനായി, നല്ലൊരാളായി നമ്മളെ ജനങ്ങളെല്ലാം സ്വീകരിച്ചാലും ശരി, നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുകയും അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന തൗഹീദിന്റെ ഉന്നതമായ വചനം എല്ലാ അമലുകളെക്കാട്ടും, എല്ലാ വാക്കുകളെക്കാട്ടും ഉയർന്നു നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവ് കൊണ്ട് പറയുകയല്ല, അത് മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ ആളുകളായി മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് നാളെ നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ സാധിക്കും. കാരണം ഇത്രമാത്രം പ്രവാചകനെ സംരക്ഷിച്ചിട്ട് പോലും, പ്രവാചകന്റെ കൂടെ നിന്നിട്ട് പോലും ശത്രുക്കൾ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോൾ അവർക്കോട് കോപിച്ചിട്ടും വെറുപ്പ് കാണിച്ചിട്ട് പോലും ആ അബൂ ത്വാലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകാത്തതിന്റെ പേരിൽ നരകത്തിലുള്ള അതികഠിനമായ ശിക്ഷയാണ് അബൂ ത്വാലിബിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രവാചകൻ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ കലിമത്ത് തൗഹീദ് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും അത് പ്രഖ്യാപിക്കുകയും മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളായി, വക്താക്കളായി മാറുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് നാം ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫ്ഫാറുമായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും പൊറുത്തി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم احفظ إخوان المسلمين في فلسطين وسوريا ولبنان وسودان وسائر بلاد المسلمين في العالم. اللهم انصر المسلمين في بلاد الهند. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.